ഒരു സംശയം വേണ്ടെന്ന്, ഒരു സംശയം വേണ്ട. ഒരു തൃശ്ശൂർക്കാരൻ ആയ ഓട്ടോറിക്ഷക്കാരനാണ് പറയണത്, ഇവിടെ മറ്റൊരു തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ് സുരേഷ് ഗോപി. തിടമ്പേറ്റ് അദ്ദേഹം തെക്കേ നട കടന്ന് പോകുന്നത് എല്ലാവരും കണ്ടുവരും. പിന്നെ ഒരു കണക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5000 തൊട്ട് ഒരു 30,000 വോട്ട് വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികളെയും വെച്ച് നോക്കുമ്പോൾ നല്ല സേവന പ്രവർത്തനങ്ങളും പാവപ്പെട്ടവർക്ക് കാരുണ്യം ചെയ്യാനും ഒരു കഴിവുള്ള ഒരു വ്യക്തി സുരേഷ് ഗോപിയാണ്. നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഈ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സംശയമില്ല, സംശയം പറയാം. നമുക്ക് ഉണ്ടെങ്കിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും പ്രതീക്ഷിക്കുന്നു? വോട്ട് എത്ര ഭൂരിപക്ഷം നമ്പറിലല്ല ഞാൻ കാണുന്നത് ഗൗരവം. അദ്ദേഹം എത്ര വോട്ടിന്, ഒരു വോട്ടിന് ജയിച്ചാൽ അതൊരു വലിയ സംഭവമാണ്. സത്യത്തിന്റെ ജയമാണ്. അതൊരു രാഷ്ട്രീയത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു ജാതിയുടെ പേരിലുള്ള ഒരു വിജയമല്ല, ജനങ്ങളുടെ വിജയമാണ്. കാരണം രണ്ട് മുന്നണികളും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാരണം അവർ ജയിക്കരുത്, ഇദ്ദേഹം തോക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് തന്നെ. അതിന് വലിയൊരു മറുപടി തന്നെയാണ്. കാരണം നിശബ്ദമായി ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രചരണം ഇദ്ദേഹത്തിന് പോയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം അത്രയധികം കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയേക്കണേ. എനിക്ക് തന്നെ വലിയൊരു അനുഭവമുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു അച്ഛൻ്റെ ഒരു കിഡ്നി സംബന്ധമായ വിഷയങ്ങൾക്ക് അദ്ദേഹത്തെ പോയി കാണുകയും വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട പോകാൻ വഴികൾ നിർദ്ദേശിച്ച് തരിക, സാമ്പത്തിക സഹായം ചെയ്തു തരുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. അത് കാരണം ഇത്ര വോട്ട് എന്നല്ല, എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിലും ഒരു 10,000-ന് താഴെ വോട്ട് നിശ്ചയമായി കിട്ടിയിരിക്കും, ജയിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. വലിയ ആത്മവിശ്വാസം മുരളീധരൻ പറയുന്നുണ്ടല്ലോ. അല്ല, അദ്ദേഹം ഈ രാഷ്ട്രീയ കളികൾ എന്ന് പറഞ്ഞാൽ വെറുതെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ തന്നെയാണ്. വെറുതെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടൊന്നും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഇപ്പോൾ യുവതലമുറയായാലും ഒരു 40-ന് മുകളിലുള്ള ആൾക്കാരാണെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടായാലും ലോകം കണ്ടു പരിചയം, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ കൈക്കുമ്പിളിലാണ് അറിവ്. വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഒരു രാഷ്ട്രീയക്കാരൻ എന്തൊക്കെ ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സുരേഷ് ഗോപി സാർക്കുണ്ട്. അദ്ദേഹം ഇനി കേന്ദ്രമന്ത്രിയായിട്ട് വരണേ. അതിനുള്ള ഗുണം തൃശ്ശൂരിന് കിട്ടും, കേരളം തന്നെ മാറും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന സത്യം. കാരണം ജനങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഉറക്ക പ്രഖ്യാപനമൊന്നുമില്ല, ഞാൻ BJPക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് പ്രഖ്യാപിക്കാനുള്ള മനസ്സൊന്നും പലർക്കും ഉണ്ടാവില്ല. അവർ നിശബ്ദമായി വോട്ട് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. കാരണം ഞാൻ ഓട്ടത്തൊഴിലാളിയാണ്. ഓട്ടത്തൊഴിലാളിയായ സ്ഥിതിക്ക് എനിക്കറിയാം ജനങ്ങളുടെ സ്പന്ദനം എനിക്ക് മനസ്സിലാവും. ഒരു നിശബ്ദ തരംഗമുണ്ട് മൊത്തത്തിൽ. തൃശ്ശൂർ ജില്ലയിൽ ഒരു നിശബ്ദ തരംഗം പോയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക്. അദ്ദേഹത്തെ ജയിപ്പിക്കാൻ എല്ലാ വോട്ടർമാരുടെയും ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാവും. പലരും ഭയന്നുകൊണ്ടാണ് പറയാൻ മടിക്കുന്നത്, എങ്കിലും നിശബ്ദമായ പ്രചരണം പോയിട്ടുണ്ട്. അദ്ദേഹം ജയിക്കുന്ന നിസ്സംശയം പറയാം. അത് വടക്കുന്നാഥ, ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം അദ്ദേഹം തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്നാണ് പറഞ്ഞേക്കണത്. ഇപ്രാവശ്യം തൃശ്ശൂർക്കാർ അദ്ദേഹത്തിന് ഈ തൃശ്ശൂർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, ഈ അറുതിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, തൃശ്ശൂർ സുരേഷ് ഗോപി എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ആള് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ തൃശ്ശൂരിൻ്റെ മനസ്സ് തൃശ്ശൂരിലെ ഓട്ടോ തൊഴിലാളികൾക്ക് അറിയാമെന്നാണ് എല്ലാവരും പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ വരുന്ന ഓരോ വ്യക്തിയും ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷയിൽ കയറാതിരിക്കില്ല. നമ്മളെ ഈ ഒരു 3-4 മാസത്തെ കഠിനമായ പ്രയത്നം, ഓരോ ആൾക്കാരും ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ നമ്മുടെ അടുത്ത്, എൻ്റെ ഓട്ടോറിക്ഷയിൽ ഉള്ളിൽ താമര തൂക്കിയിട്ടുണ്ട്. എന്നോട് ചോദിക്കുക, ചേട്ടൻ BJPക്കാരനാണോ? അതെ. സുരേഷ് ഗോപി ഇപ്രാവശ്യം ജയിക്കില്ലേ ചേട്ടാ? ഞങ്ങളൊക്കെ ആളുടെ ഒപ്പാണ് കേട്ടോ. ഓരോ അമ്മമാർ നമ്മുടെ അടുത്ത് പറയാ, ഇത്രയും കാലം ഞങ്ങൾ CPMൻ്റെ കൂടെ പാർട്ടിക്കും പ്രകടനങ്ങൾക്കൊക്കെ പോയി ചേർന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ കുടുംബങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളെല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുള്ളൂട്ടാ. ഇത് തുറന്ന് സമ്മതിക്കുകയാണ് ജനങ്ങൾ. കാരണം ഇനിയൊരു ഓപ്ഷൻ അവരുടെ മുന്നിലില്ല. ഈ വന്ന് നിൽക്കുന്ന 2 പേരും ഒരു വൃക്ഷത്തിൻ്റെ 2 ശിഖരങ്ങളായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ജനങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇവരൊരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി പല സംസ്ഥാനങ്ങളിലും ഇവർ ഒന്നിച്ച് നിന്ന് ഭരിക്കുന്ന, കൂടി നിന്ന് ഇലക്ഷനെ നേരിടുന്ന ചിത്രം ജനങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ ഇവരത് ഒരുമിച്ച് നിന്ന് കക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു.
എത്ര ഈ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന പ്രതീക്ഷിക്കുന്നു? എൻ്റെ മനസ്സ് പറയുന്നത് അദ്ദേഹം 30,000 തൊട്ട് 1,00,000 ഉള്ളിൽ 30,000 തൊട്ട് 1,00,000 ഉള്ള ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ച് കയറും. ഇനി അതിൽ കൂടുതലായാലും അത്ഭുതപ്പെടാനില്ലാന്ന്. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു ശരിക്കും ഒരാൾക്ക് നിവർന്ന് നിൽക്കാൻ വരെ വയ്യാത്തൊരു മനുഷ്യൻ ഓരോ റോഡ് ഷോയിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിരിച്ചുകൊണ്ടും തന്നെ കാണാൻ വരുന്നവരെ അതുപോലെ അഭിവാദ്യം ചെയ്തുകൊണ്ടും മുന്നോട്ട് നീങ്ങിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിന് വടക്കുന്നാഥൻ അദ്ദേഹത്തിന് സമ്മാനിക്കും തൃശ്ശൂര്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ജനം തിരിച്ചറിയണേ. നമ്മളിപ്പോൾ ഈ പറമ്പിൽ കാണുന്ന വലിയ വൃക്ഷങ്ങളുണ്ട്, വൻമരങ്ങൾ, അതിന് കൂടെ നിൽക്കുന്നൊരു വലിയ നന്മ മരമാണ് നമ്മുടെ മുന്നിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി. തീർച്ചയായിട്ടും ഒരു സംശയമില്ല, 100-ൽ 101% ഉറപ്പാണ് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് കയറുമെന്നുള്ള ഉറച്ച വിശ്വാസത്തില്. ഒരു സംശയം വേണ്ടെന്ന്, ഒരു സംശയം വേണ്ട. ഒരു തൃശ്ശൂർക്കാരൻ ആയ ഓട്ടോറിക്ഷക്കാരനാണ് പറയണത്, ഇവിടെ മറ്റൊരു തെച്ചിക്കോട്ടെ രാമേന്ദ്രനാണ് സുരേഷ് ഗോപി. തിടമ്പേറ്റ് അദ്ദേഹം തെക്കേ നട കടന്നു പോകുന്നത് എല്ലാവരും കണ്ടുവരും. ഇത്രയാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ തൃശ്ശൂര് സുരേഷ് ഗോപി എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാണ് പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ആള് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? പരാജയപ്പെടുമോ? ആള് ഒരു വോട്ടിന് ജയിച്ചാലും അത് ഞങ്ങള് ആഹ്ലാദം കൊള്ളും. പിന്നെ ഒരു കണക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5,000 തൊട്ട് ഒരു 30,000 വോട്ട് വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ഥാനാർത്ഥികളെയും വെച്ച് നോക്കുമ്പോൾ നല്ല സേവന പ്രവർത്തനങ്ങളും പാവപ്പെട്ടവർക്ക് കാരുണ്യം ചെയ്യാനും ഒരു കഴിവുള്ളൊരു വ്യക്തി സുരേഷ് ഗോപിയാണ്. മറ്റുള്ളവര് സീസൺ വർക്ക് പോലെ ഒരു ഇലക്ഷൻ വരുമ്പോൾ വരും, അത് കഴിഞ്ഞ് ആ ഇലക്ഷനിൽ വർക്ക് ചെയ്ത് ജയിച്ചാൽ ജയിച്ചു, അല്ല തോറ്റാൻ ചാവും പിന്തിരിഞ്ഞു പോവും. അതല്ല, ഈ നാടിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. അങ്ങനത്തെ ഒരാൾ ജയിച്ചു കാണാൻ നമുക്ക് ആഗ്രഹം. അങ്ങനത്തെ ഒരാളാണ് നമുക്ക് വേണ്ടത്. വിജയിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും വിജയിക്കും 100% വിജയിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകള് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതായത് കള്ളത്തരങ്ങളും മറ്റുള്ള കാര്യങ്ങളല്ല, നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങളും അതും കൊണ്ടുവരാൻ കഴിവുള്ളൊരു വ്യക്തിനെ കണ്ട് വോട്ട് ചെയ്യാൻ ചെന്നി സുരേഷ് ഗോപി 100% ജയിക്കും, ഉറപ്പാ. ഈ ഇടതുപക്ഷം വലതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ പറയുന്നുണ്ട് CPM-ന്റെ വോട്ട് BJPക്ക് ഇത്തവണ CPM മറിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയും. എന്നാലും ഞങ്ങൾ ജയിക്കുന്നതാണ് മുരളീധരൻ പറയുന്നത്. എന്താണ് അതിനെപ്പറ്റി ഒരു അഭിപ്രായം? മുരളീധരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വടകരയിൽ ഇപ്പോൾ ഇവിടെ വന്നിക്കുക. ഇത്രയും കാലം മുമ്പ് ആളിവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇങ്ങനെ ഒരു സീസൺ വർക്ക് പോലെ ഇങ്ങോട്ട് വരും, ആ വർക്ക് കഴിഞ്ഞാൽ അവര് മൂടും തട്ടി കുറഞ്ഞ് പോവും. അതല്ല, ജനങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് പ്രവർത്തിക്കാനും അവരുടെ ദുരിതത്തിൽ പങ്കുചേരാനും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനൊരു കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ജനപ്രതിനിധിയായിട്ട് വരേണ്ടത്. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി. അദ്ദേഹം ജയിക്കും എന്നുള്ളത് 100%. ഇതൊക്കെ ഒരു നാടകമാണ്, ഒരു നാടകം. സുനിൽ കുമാറിനും ഈ മുരളീധരനൊക്കെ ഒരു നാടകം കളിക്കണം. അല്ലാണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കും അവരുടേതായ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ്. അല്ലാണ്ട് സത്യസന്ധമായിട്ടും നല്ല മനസ്സിന്റെ ഉടമയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാള് സുരേഷ് ഗോപിയാണ്. അദ്ദേഹം 100% ജയിക്കും, ഉറപ്പാ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, തൃശ്ശൂര് സുരേഷ് ഗോപി എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും താങ്കൾ രണ്ടാമത് പറഞ്ഞ കാര്യം ശരിയല്ല. ഏറ്റവും കുറഞ്ഞത് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി സാർ ഇവിടെ ജയിക്കും. പിന്നെന്താ അറിയണ്ടേ? ഈ അങ്ങനെ ജയിക്കും എന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ? അതായത് ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. ഞങ്ങൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ഞങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരു 20 പേര് കയറിയാൽ അതിൽ ഞങ്ങളൊരു 15 പേരും അനുകൂലമായ അഭിപ്രായമാണ് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു നിശബ്ദ വർക്ക് ചെയ്യാറുണ്ട്. കാരണം ആര് കയറിയാലും ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ മുരളീധരൻ സാർ ജയിക്കുമോ, അല്ലെങ്കിൽ
അടുത്ത CPIയുടെ ആൾ ജയിക്കുമോ എങ്ങനെ ഞങ്ങൾ ചോദിക്കുള്ളൂ. സുരേഷ് ഗോപി സാർ ജയിക്കുമെന്ന് ചോദിക്കില്ല. അപ്പോൾ അവരിങ്ങോട്ട് പറയും അവരുടെ മനസ്സിൽ എന്താണെന്ന്. ആ ഒരു ഒഴുക്ക് വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത്ര ആയിരം വോട്ടിന് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളത്. ഈ മറ്റ് സ്ഥാനാർത്ഥികളുടെയൊക്കെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അവർ വിജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയുള്ള പോകുന്നു. അവരും പറയുന്നുണ്ട് 25,000 വോട്ടിനൊക്കെ ജയിക്കുന്നു. അതായത് മുരളീധരനെ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിച്ചിട്ടിരിക്കുന്നതാണ്. കാരണം പിന്നെ എവിടെയാണ് കഴക്കൂട്ടത്ത് നിന്ന് അങ്ങേര് ജയിച്ചു, അതുപോലെ വടകരയിൽ നിന്ന് അങ്ങേര് ജയിച്ചു. പിന്നെ അയാൾ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പേടിച്ചു കൊണ്ടിട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അയാൾ ഇവിടെ കൊണ്ടിടേണ്ട കാര്യമില്ലല്ലോ. അയാൾ വെറുതെ പറയുന്നതാണ് ജയിക്കുന്നത്. പിന്നെ 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 CPIക്കാർ അല്ലെ CPMകാർ പിന്നെ BJPക്ക് വോട്ട് മറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അയാൾ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഈ സുനിൽകുമാറിന്റെ ഭാഗത്തുനിന്നും കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഇല്ലല്ലോ. അത് അദ്ദേഹം 3-ാം സ്ഥാനത്ത് എത്തുമെന്ന് തന്നെ സംശയമാണ്. അല്ല 3-ാം സ്ഥാനമാണല്ലോ, അതുകൊണ്ട് 3-ാം സ്ഥാനത്ത് എത്തും. അതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. ഉറപ്പാണ് 3-ാം സ്ഥാനം തീർച്ചയായിട്ടും. അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിനെ വിജയിക്കാൻ പ്രതീക്ഷിക്കുന്നത് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞാൻ പിന്നെ ഈ 25,000 വോട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു കേട്ടോ? ഉദയൻ. ചേട്ടാ, ഈ തൃശ്ശൂരില് സുരേഷ് ഗോപി വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും വിജയിക്കും. അദ്ദേഹം എത്ര ഭൂരിപക്ഷം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്? അത് ഭൂരിപക്ഷം ഇപ്പോൾ മുരളീധരനും സുനിൽകുമാറും ഇവിടെ ഇലക്ഷനായി നിന്നതിൽ സുരേഷ് ഗോപി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതിൽ സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂർ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ജനങ്ങൾ പറഞ്ഞ ഇതിൽ ഒരു 20,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിക്കും. ഉറപ്പാണ്. ഇത്രയും ഒരു ഉറപ്പ് പറയാനുള്ള കാരണം എന്താണ് സുരേഷ് ഗോപി വിജയത്തെ സംബന്ധിച്ച്? അത്രയും വേണ്ടപ്പെട്ട നന്മകളും സഹായങ്ങളും കാര്യങ്ങളും ഈ തൃശ്ശൂർ മാത്രമല്ല ഈ കേരളത്തിൽ പല ജില്ലകളിലും കാട്ടിയിട്ടുള്ള ഒരു പൊതുജന പ്രവർത്തകനാണ് നമ്മുടെ സുരേഷ് ഗോപി. അപ്പോൾ അങ്ങനെയെല്ലാം ജനങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹം വളരെയധികം കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കാരണം ഏത് ആളെയാലും ഈ പ്രാവശ്യം ഞങ്ങൾ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ പോയാലും, അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട പോയാലും, അല്ലെങ്കിൽ തൃപ്രയാറ് പോയാലും, അല്ലെങ്കിൽ തൃശ്ശൂർ വന്നാലും, ഏത് ഭാഗത്ത് ഞങ്ങൾ കറങ്ങിയാലും പലവരായിട്ട് ഞങ്ങൾക്ക് സമ്പർക്കം പറ്റിയ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും സുരേഷ് ഗോപിക്ക് ചെയ്യട്ടെ എന്നാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് അവൻ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്കും സഹായങ്ങൾക്കും ഇപ്പോഴും പറയണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ സുരേഷ് ഗോപിയെ തോൽപ്പിച്ചത് വളരെ കഷ്ടമായി പോയിന്ന് പലവരും പറയുന്ന ഒരു വാർത്ത ഈ ഇലക്ഷന് നമ്മൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് ആത്മവിശ്വാസം അല്ലേ തൃശ്ശൂരിലെ? തീർച്ചയായും ഇതെല്ലാം. ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്താ പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരെ അവർ ജയിക്കുമ്പോൾ തന്നെയല്ലേ പറയാം. ഇത്രയധികം പാവപ്പെട്ടവരെ പറ്റിക്കലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് അവരെ അവശരാക്കി കൊണ്ടുപോയി ആക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എപ്പോഴും പറയുക ഞങ്ങൾ ജയിക്കുമെന്നാണ്. എന്നാൽ ഈ തൃശ്ശൂരിൽ ഈ പ്രാവശ്യം നമ്മുടെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ കോൺഗ്രസിൻ്റെ മുരളി സാറ് സംസാരിച്ചു, അതേമാതിരി ഇടതുപക്ഷത്തിൻ്റെ മറ്റേ സുനിൽകുമാർ സാർ സംസാരിച്ചു. പക്ഷേ നമ്മുടെ സുരേഷ് ഗോപി സാറും സംസാരിച്ചിട്ടുണ്ട്. ഈ തൃശ്ശൂർക്കാരുടെ എല്ലാവരും ക്രിസ്ത്യനായിട്ടെ മുസ്ലിമിൻ്റെ എല്ലാവരും തൊഴുന്ന ഒരു ദേവാലയമാണ് നമ്മുടെ വടക്കുന്നാഥൻ. നമ്മുടെ പൂരത്തനി പുലിക്കളിക്ക് എല്ലാവരും കണ്ടിട്ടില്ലേ, ഒരു ജാതി ഭേദമില്ലാതെ എല്ലാത്തിലും സഹകരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ തൃശ്ശൂർ. ആ തൃശ്ശൂരിലെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ ആ സുരേഷ് ഗോപി വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയില്ലെങ്കിലും ഭഗവാൻ അറിയാലോ, സത്യവും നീതിയും. ആ ഭഗവാൻ സുരേഷ് ഗോപിയെ കൈവിടില്ല, അത് തീർച്ച.